ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ സാറ് തലേദിവസത്തെ ഫീഡ്ബാക്കാണ് ആദ്യം അവരെ കൊണ്ട് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി ഒരു ഡ്രീം ഗോളാക്കി മാറ്റാനുള്ള വഴി സാറ് പറഞ്ഞു കൊടുത്തായിരുന്നു. ബാക്കി 2 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ സാറ് ലിങ്ക്ഡിൻ ആപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. അതിനുശേഷം നമുക്കുണ്ടാകുന്ന വിവിധ തരം ബുദ്ധികൾ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച്, നമ്മുടെ ലൈഫ് സ്കിൽസിനെ കുറിച്ച് സാർ വിശദമായിട്ട് പഠിപ്പിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി കുറേ ആക്ടിവിറ്റീസ്, കുറേ ഗെയിംസ് സംഘടിപ്പിച്ചു. അതുകൂടാതെ പലരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഗായകരെ സാറ് ഉണർത്തിയെടുത്തു. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ സാറ് റെസ്യൂമ റൈറ്റിംഗ് ചെയ്യിച്ചു. നമുക്കുടെ ഓരോ കഴിവുകളും നമ്മളെ കൊണ്ട് തന്നെ എഴുതിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ്, ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ട്, ബാക്കി കുറച്ചും കൂടെ വളർത്തിയേക്കാൻ പറ്റും. അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തി. ഒരു ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ സംസാരിക്കണം, അതെല്ലാം സാറ് പറഞ്ഞു തരാതെ ചെയ്യിപ്പിച്ച് കാണിച്ചു. അപ്പം നമ്മളതിന് മറക്കില്ല. ഓരോ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരികയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വേദിയിൽ വന്ന് സംസാരിക്കാൻ പലർക്കും സാർ അവസരം കൊടുത്തു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ചർച്ച എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥ പറഞ്ഞു. പക്ഷെ നമ്മളാ ചർച്ചയെ കൊണ്ടുപിടിച്ച് പോയി. അവസാനം കഥയ്ക്കൊന്നും കാര്യമില്ല, നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിനായിരുന്നു അതിനകത്ത് പ്രാധാന്യം വന്നത്. അതുകൂടാതെ ഇന്ന് കളിച്ച ഗെയിം, കണ്ണടച്ചിരുന്നിട്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരായിട്ട് സിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി അത്ര എഫിഷ്യൻസി ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന സാറിനും പിന്നെ മറ്റു 2 ടീച്ചർമാർക്കും താങ്ക് യു. പിന്നെ ഇതിന് അവസരമാക്കി തന്ന ടീച്ചർമാർക്കും പ്രിൻസിപ്പൽ സാറും